അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയിരുന്ന ആ ട്രാവലിങ്ങിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല സന്തോഷമായിട്ടോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി. പാലക്കാട് ലുലു പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, കുതിരാൻതുരങ്കത്തിലൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലെല്ലാം കയറി ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്ത് നമ്മൾ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും പിന്നെ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജൊക്കെ ലോ ആയി. അങ്ങനെ പിന്നെ ലാസ്റ്റ് കുറച്ച് വീടെത്താറാകുമ്പോഴും അതൊക്കെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മളിതേ ഇപ്പം കൽപ്പാത്തിയോട് വിട പറയുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ ആൾക്ക് പാർട്ടി ഓഫീസിൽ കയറണമെന്നും പറഞ്ഞ് അവിടെ പാർട്ടിക്കാരെയൊക്കെ കാണണമെന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കിട്ടിയ അവസരം മുതലാക്കി അത്രേ ഉള്ളൂ. അപ്പോൾ ആളവിടെ പോകണം. അവിടെ വാർത്താ സമ്മേളനം നടക്കണ്ടായിരുന്നു, ആളവിടെ പോയി. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു കാമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാറിനകത്ത്. പിന്നെ ഫോൺ കുറച്ച് സമയം അവിടെ ചാർജ് ചെയ്തൊക്കെ വെച്ചിരുന്നു. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആൾ പിന്നെ വന്നു. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റ് ആവാനും പറ്റില്ല. ഇപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് രാത്രിയാവേ ഇതൊക്കെ ചെയ്യില്ല. പിന്നെ നാളെ ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരിതും ഒക്കെ ആൾ പിന്നെ ഒരു അരമണിക്കൂറോളം ഏകദേശം അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വന്നു. അപ്പോൾ കുറേ പേരൊക്കെ പ്രവർത്തകരും എല്ലാവരും അവിടെ പാർട്ടി ഓഫീസിലവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ കൽപ്പാത്തി ഉത്സവം കാരണം ഇലക്ഷൻ കുറച്ച് നീക്കി വെച്ചേക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അവിടെ നല്ല ചൂടേറിയ ഇതൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ അവിടെ ജയിക്കാൻ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ലുലുവാണ്. അപ്പോൾ ഒരുപാട് സ്പോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അവിടെ കോട്ടയൊക്കെ ഉണ്ട്, പാലക്കാട് കോട്ട. ഇതൊക്കെ അങ്ങനെ കാണാൻ നോക്കിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. പക്ഷേ നമ്മൾക്ക് ഇനിയിപ്പോൾ അവിടെ ഒന്നും പോകാൻ സമയമില്ല. നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തണം. ഇതിപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് പാലക്കാട് മെഡിക്കൽ കോളേജാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ലുലുവിൽ പോകാമെന്ന് കരുതി ഇരിക്കേണ്ടോ. അപ്പോൾ നേരെ തന്നെ ഹൈവേ കൂടി തന്നെ പോയാൽ മതി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ എറണാകുളത്തെ ലുലുവിനെ അപേക്ഷിച്ച് ഇവിടുത്തെ പാലക്കാട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് പിന്നെ കുതിരാനിലൂടെ വന്നത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ്. നമുക്കിപ്പോൾ അതിലൂടെ കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ വേറെ ഏതോ രാജ്യത്താണ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണോ എന്ന് ഓർക്കട്ടെ ഇങ്ങനെ ഒരിത്. അപ്പോൾ അത് നല്ല അനുഭവമായിരുന്നു. അപ്പോൾ അതാ നമ്മളിപ്പോൾ ലുലുവിൻ്റെ ഇങ്ങോട്ട് കയറണം. അപ്പോൾ ഒരുപാട് പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പുറത്ത് അവിടെ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ താഴെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്ത് ലുലുവിൽ പോവുകയാണെങ്കിൽ താഴെ പാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ കൂടുതലും പിന്നെ മെട്രോയുടെ പാർക്കിങ്ങിലൊക്കെയാണ് ഇടാറ്. അപ്പോൾ അത് ആ ഹൈപ്പർ മാർക്കറ്റിൽ പതിപോലെ തന്നെ എല്ലായിടത്തെ പോലെ തന്നെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണക്റ്റിലാണെങ്കിലും ഉണ്ടായിരുന്നു. ഫാഷൻ സ്റ്റോറിൽ കയറിയൊക്കെയാണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ എറണാകുളത്തെയാണോ ഇതാണോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമല്ലോ എന്ന് കരുതി ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബാഗുകൾ, ഇതൊക്കെ നല്ല ബാഗുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേപോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത് എന്നെനിക്ക് തോന്നുന്നത്. അവിടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും അവിടെ 500-400ൻ്റെയൊക്കെ ഡ്രസ്സുകൾ ഒരുപാട് ടേബിളിൽ വെച്ചിട്ടുണ്ടല്ലോ കൗണ്ടറിലൊക്കെ. അപ്പോൾ അതും സെയിം തന്നെയാണ് ഇവിടെ ഉള്ളതും ഒക്കെ. പിന്നെ ചെരുപ്പുകളുടെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ നല്ല ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ. അധികം റേറ്റ് ഒന്നും വരാത്ത ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന സൈസ് ചെരുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മൂമ്മ അവിടുന്ന് 2 ജോഡി ചെരുപ്പ് എടുത്തിട്ടോ. പിന്നെ വേറെ അങ്ങനെ ഒന്നും എടുത്തില്ല. പിന്നെ ആണെങ്കിൽ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈപ്പറിൽ കയറാനാണെങ്കിൽ ഇനി സമയമില്ല. ഇവിടെ ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഈ ഓർണമെൻറ്റ്സൊക്കെ നല്ല ഇതുണ്ട്, നല്ല അടിപൊളി നല്ല സാധനമാണ്. പക്ഷേ റേറ്റും അധികം ഒന്നുമില്ല. ഒരു 500 രൂപ ആ ഒരു റേറ്റിലൊക്കെ വരുന്നതൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാം, ഇതൊക്കെ ചെയ്യണം. പിന്നെ ബാഗിലൊക്കെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇതൊക്കെ ഓഫറിൽ കിടക്കുന്നതാണ്. ഇതൊക്കെ പകുതി വില കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1000, ഒരു 750 അങ്ങനെ ആ ഒരു റേറ്റിലേക്ക് കിട്ടുന്ന ബാഗുകളുണ്ട്. പിന്നെ 1500 ആ ഒരു റേറ്റിലൊക്കെ വരുന്നതാണ് ഈ ബാഗുകളൊക്കെ. 1700 അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ പല റേറ്റിൻ്റെ ഉണ്ട്. ഓരോ ഇതിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ അനുസരിച്ച് റേറ്റ്. പിന്നെ ന്യൂ അറൈവലിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. 2000-2500 ആ ഒരു റേറ്റൊക്കെ വരുന്നതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എന്നാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബാഗുകളുടെ. അതിപ്പോൾ എറണാകുളത്താണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വാങ്ങിക്കില്ല എന്നുള്ളൂ. ഇപ്പോൾ പോകുമ്പോഴും പിന്നെ ബാഗുകളൊക്കെ ഇങ്ങനെ പോയി നോക്കും എന്തൊക്കെയാണ് പുതിയ മോഡലും ഇതൊക്കെ.
ഇവിടെ ഇങ്ങനെ ഓരോന്ന് കണ്ട് കിടന്ന് നിന്ന് സമയം പോയി പറഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും അമ്മവും ഒരേപോലത്തെ 2 ചെരുപ്പെടുത്തു. അപ്പോൾ റേറ്റൊക്കെ കുറഞ്ഞ് കണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലിയറൻസ് സെയിലിന് വേണ്ടിയിട്ടേക്കണതാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അതെ, ഇവിടെ കിടക്കുന്ന ഇതിൽ കിടക്കുന്നത് മൊത്തം കുറഞ്ഞ റേറ്റിന് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹൈപ്പറിൽ കയറാൻ സമയമില്ല. നമ്മൾ തന്നെയല്ല, നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു, പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനുള്ളത് വാങ്ങിച്ചു, പിന്നെ ഇറങ്ങി ഇന്ന് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും രാത്രിയൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി രാത്രിയത്തെ ഫുഡ് കഴിക്കാം. പിന്നെ ഇങ്ങനെ അധികം വിശക്കണമൊന്നുമില്ല. ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബിരിയാണി ഒക്കെ ആയിരുന്നില്ല കഴിച്ചത്. അത് കാരണം അങ്ങനെ വിശപ്പൊന്നുമില്ല. പിന്നെ ഞങ്ങളിത് പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടോ. ലൈറ്റായിട്ട് ചായ, നല്ല ചായ ആയിരുന്നു അവിടെ നിന്ന് കുടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ ലുലുവിൻ്റെ നമ്മുടെ എറണാകുളത്ത് അത്രയും തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞായറാഴ്ച ആയിട്ട് പോലും. പിന്നെ അത് തന്നെയല്ല, ഇവിടെ ഒരുപാട് ഏരിയ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ. പിന്നെ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു നമുക്ക് രാത്രി യാത്രയ്ക്ക്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോരുന്ന വഴിക്ക് പിന്നെ അവിടത്തേക്ക് ടോളാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. ഒരു 220 രൂപയൊക്കെ ടോൾ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇതുവഴിയല്ല പോയത്, മെയിൻ റോഡ് വഴിയല്ല. അപ്പോൾ നമ്മൾ ചേലക്കര വഴി പോയത് കാരണം നമുക്ക് ആദ്യത്തെ പാലക്കാടുള്ള ടോളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ലാഭം ഉണ്ടായിരുന്നു. 220 രൂപ. ഇത് ഇവിടെയാണ് 220 രൂപ അടയ്ക്കേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ടോള് പാലിയേക്കര വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ 180 രൂപ. നല്ല പൈസ തന്നെയുണ്ട് ഇവിടെയൊക്കെ ഇവർ വാങ്ങിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഈ വഴിയൊക്കെ നമ്മൾ യാത്ര വരുന്നതൊക്കെ വളരെ കുറവാണ്. പിന്നെ വെറുതെ എടുത്തിട്ട് എന്തിനാ, വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ യാത്ര ചെയ്യുന്നതിന് പിന്നെ അപ്പം എടുത്താൽ പോരെന്ന് എഴുതി പിന്നെ നമ്മളിപ്പോൾ പോകുകയാണ്. ഇനിയിപ്പോൾ അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള യാത്ര നല്ല രസകരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ കുതിരാൻതുരക്കത്തിലൂടെയുള്ള യാത്രയും അതിമനോഹരമാണ് ഇതിലൂടെയുള്ള യാത്ര. അപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം. നമ്മളുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം. ഇങ്ങനത്തെയുള്ള യാത്രകളും ഇതൊക്കെ ഒരു പ്രത്യേക രസമാണല്ലോ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോകാനായിട്ട്. പക്ഷെ അവിടെ ഒന്നും നിർത്താനൊന്നും കഴിയില്ല കേട്ടോ. വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിലാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളുടെ ഇന്നത്തെ യാത്ര വളരെ ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ യാത്രയിൽ തലവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ന് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ യാത്രയും നമ്മൾക്ക് ഓരോ എനർജിയാണ്. തന്നെയല്ല, പുതിയ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാവുന്ന ആളുകളും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്കറിയാൻ പറ്റില്ല ആരാണെന്ന്. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് സംസാരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അതും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്, അങ്ങനെ അറിയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ. ഒരേ യാത്ര കഴിയുമ്പോൾ നമ്മൾ പിന്നെ അടുത്തത് ഇനിയിപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും അല്ലേ. യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ യാത്ര പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോകാത്തവരുണ്ടാകാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇഷ്ടകാലം നമ്മൾ ഇനിയിപ്പോൾ യാത്രകളും ഇതൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് സുഖമില്ലാതെയൊക്കെ വല്ല ആകും. എല്ലാ പ്രാവശ്യവും നമ്മൾക്ക് ഇങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നടക്കാൻ കഴിയുമെന്നറിയില്ല. എന്നാലും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ഹാപ്പിയായിട്ടും ചെറിയ യാത്രകളും പറ്റുന്ന യാത്രകളും ഇതെല്ലാം ചെയ്ത് കുടുംബമായിട്ടുള്ള യാത്രയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പം പോകുന്ന അതൊരു വേറൊരു രീതിയാണ്. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നത് യാത്രകൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണിലെ ബാറ്ററി തീരെ ചാർജ് കുറവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം പിടിക്കാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. പിന്നെ നേരെ ആലുവ ചെന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ രാവിലെ തന്നെ പിള്ളേർ സ്കൂളിൽ പോണ ദിവസം, തിങ്കളാഴ്ച എപ്പോഴും നമുക്ക് നല്ല തിരക്കുള്ള ദിവസവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ അതിൻ്റേതായ വഴിക്ക് അവർ ക്ലാസ്സിൽ പോയി. പിന്നെ അത് കഴിഞ്ഞത് ഓരോരുത്തരായിട്ട് വന്നു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അപ്പോൾ അതിൻ്റെ വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പോയിരുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെലക്ട് ചെയ്ത ടൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് അതിനിടയ്ക്ക് അവരാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് വൈകിട്ട് ചായ കുടിക്കാനായിട്ട് അവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഒപ്പം ഇങ്ങോട്ട് പോന്നിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ബാക്കി വീട്ടിലെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ.
അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.